ഒരു ചെറിയ കുട്ടിയെ മനുഷ്യത്വരഹിതമായിട്ടാണ് കൊലപ്പെടുത്തിയത്. പരമാവധി ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹം. ലൈഫ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കിട്ടണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ സംഭവം നടക്കുന്നതിന് 3 മാസം മുമ്പ് കുട്ടിയെ ഇയാൾ ഭീഷണിപ്പെടുത്തുകയും ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കുട്ടികൾ കളിക്കുന്ന ഭാഗത്ത് മൂത്രമൊഴിച്ചതിൻ്റെ പേരിൽ കുട്ടി ഇത് ക്ഷേത്രമല്ലേ, ഞങ്ങൾ കളിക്കുന്ന സ്ഥലമല്ലേ എന്ന് ചോദിച്ച ഒരൊറ്റ കാരണം കൊണ്ട് അതിനുശേഷം കുട്ടിയുടെ കൈപിടിച്ച് തിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടിയോട് പൂർവ്വവൈരാഗ്യം ഉണ്ടായിരുന്നു. ആ പൂർവ്വവൈരാഗ്യത്തിൻ്റെ പുറത്താണ് കുട്ടി കാത്തിരുന്ന് അരമണിക്കൂറോളം കുട്ടികൾ കളി കഴിഞ്ഞ് തീരുന്നത് വരെ ക്ഷേത്ര മതിലിന് സ്റ്റേജിന് പുറകെ വാഹനം പാർക്ക് ചെയ്ത് അരമണിക്കൂർ കാത്തിരുന്ന് കുട്ടികൾ വന്ന സമയത്ത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. അബദ്ധത്തിൽ പറ്റിപ്പോയ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം അരമണിക്കൂർ കാത്തു കിടന്നു, എന്നിട്ട് ഒരു രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ അയാളൊന്നും ചെയ്തില്ല. പുറകെ വന്ന ഒരു കാറ് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ പ്രതി ഈ കാറിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കുട്ടിയെ കൊണ്ടുപോകാതിരിക്കാൻ റോഡിൽ വാഹനം പാർക്ക് ചെയ്ത് തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. പിന്നെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാണ് ആ രക്ഷാപ്രവർത്തനം നടത്തിയ കാറ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. CCTV ദൃശ്യങ്ങളില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു സാധാരണ അപകടം എന്ന നിലയിലേക്ക് ഇത് പോകുമായിരുന്നു. വളരെ വേഗത്തിൽ കയറ്റി ഇറക്കി കൊണ്ടുപോവുകയായിരുന്നു. അതായത് ഒരു അരമണിക്കൂറോളം പ്രതി ഒരു കാരണവുമില്ലാതെ അവിടെ കളിസ്ഥലത്ത് കാത്തു കിടക്കുകയും കുട്ടി കളി കഴിഞ്ഞ് ബോൾ വെക്കാൻ വന്ന സമയത്ത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് കുട്ടി ഇടിച്ച് തെറിപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് 13 ദിവസത്തോളം തമിഴ്നാട്ടിൽ പ്രതി ഒളിവിൽ പോവുകയാണ് ഉണ്ടായത്. സാധാരണ ഒരു അപകടം നടന്ന ശേഷം ഒരിക്കലും ഒരു പ്രതി ഒളിവിൽ പോകാറില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.